നമ്മുടെ രാജ്യത്തിൻ്റെ തന്നെ ഏറ്റവും വലിയ അഭിമാന നിമിഷം, കേരളത്തിലെ ജനങ്ങൾ ഏറ്റവും കൂടുതൽ ആഹ്ലാദിക്കുന്ന ഈ നിമിഷത്തിൽ പ്രധാനമന്ത്രിയെപ്പോലുള്ള ഒരാൾ ഇത്ര തരംതാണ പരാമർശങ്ങൾ നടത്തുന്നത് അങ്ങേയറ്റം ഖേദകരമാണ്. ഓക്കെ, പ്രധാനമന്ത്രിക്ക് രാഹുൽ ഗാന്ധിയുടെയോ ഇന്ത്യ മുന്നണിയിലെ നേതാക്കന്മാരുടെയോ ഉറക്കം കെടുത്താനുള്ള താല്പര്യമാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. പെഹൽഗാം ആക്രമണത്തിൻ്റെ പശ്ചാത്തലത്തിൽ രാജ്യം ഒറ്റക്കെട്ടായി പാകിസ്ഥാനെതിരെ ശക്തമായ നടപടി ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ പ്രധാനമന്ത്രിക്ക് തിരക്ക് രാഹുൽ ഗാന്ധിയുടെ ഇന്ത്യ നേതാക്കന്മാരുടെ ഉറക്കം കെടുത്തലാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രയോറിറ്റി ക്ലിയറാണ്. ഞാൻ ധരിച്ചത് അദ്ദേഹം എന്തെങ്കിലും പാകിസ്ഥാനെതിരായിട്ടുള്ള നടപടികൾ പറയുമെന്നായിരുന്നു. പക്ഷെ അതിനു പകരം തനി രാഷ്ട്രീയം പറഞ്ഞ് ഇന്ത്യ മുന്നണിയെയും രാഹുൽ ഗാന്ധിയെയും ആക്രമിക്കുകയാണ് ചെയ്തത്. എന്നിട്ട് ഉറക്കം കെടുത്തും എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞു വച്ചത്. ഇത് പ്രധാനമന്ത്രിയുടെ പദവിക്ക് ഒട്ടും യോജിച്ച കാര്യമല്ല എന്നുള്ളതാണ്. പിന്നെ ഉറക്കം കെടുത്തുന്ന കാര്യമാണെങ്കിൽ ഞങ്ങളെ ഉറക്കം കെടുത്തുന്നത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് പ്രധാനമന്ത്രി വരും ദിവസങ്ങളിൽ മനസ്സിലാക്കാൻ പോകുന്നേ ഉള്ളൂ. അദ്ദേഹം കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ച കാസ്റ്റ് സെൻസസ് നടപ്പിലാക്കാൻ വേണ്ടിയിട്ടുള്ള ടൈം ലൈൻ പ്രഖ്യാപിക്കാനും പെഹൽഗാം ആക്രമണത്തിൽ നമ്മുടെ നിരപരാധികളായിട്ടുള്ള 26 പേരെ കൊന്നൊടുക്കിയ പാകിസ്ഥാനോടുള്ള ശക്തമായിട്ടുള്ള മറുപടി ഇന്ത്യയെ കൊണ്ട് കൊടുപ്പിക്കുന്നതിന് വേണ്ടിയിട്ടും പ്രധാനമന്ത്രിയിൽ ശക്തമായ സമ്മർദ്ദം ചെലുത്താൻ വേണ്ടിയിട്ടുള്ള നടപടി ഇന്ത്യ മുന്നണിയുടെ ഭാഗത്തുനിന്നുണ്ടാകും. അത് ഞങ്ങൾ ഉറക്കം കെട്ടും നടത്തിക്കൊണ്ടേയിരിക്കും. പക്ഷേ അത് യഥാർത്ഥത്തിൽ ഉറക്കം കെടാൻ വേണ്ടി പോകുന്നത് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ആയിരിക്കും ഈ നീക്കം. ഞാൻ ഒന്നുകൂടെ ക്ലിയറായിട്ട് പറയുകയാണ്, ഞങ്ങളെ ഉറക്കം കെടുത്തുമെന്ന് പറയുന്ന പ്രധാനമന്ത്രി മനസ്സിലാക്കേണ്ടത് വരും ദിവസങ്ങളിൽ ഞങ്ങൾ ഉറക്കമൊഴിഞ്ഞ് ഈ കാര്യങ്ങൾ ശക്തമായി ഉന്നയിച്ച് സമ്മർദ്ദം ചെലുത്തി പ്രധാനമന്ത്രിക്കാണ് ഉറക്കം നഷ്ടപ്പെടാൻ വേണ്ടി പോകുന്നത്. ഈ സർക്കാരിൻ്റെ പാർട്ട്ണറാണ് അദ്വാനി എന്ന് വി എൻ വാസവൻ ആമുഖ പ്രസംഗത്തിൽ പറഞ്ഞതിനെയും ഒരു മാറ്റത്തിൻ്റെ സന്ദേശം എന്നാണ് മോദി വ്യക്തമാക്കിയത്. അല്ല, എന്താണ് പിന്നെ ആ രീതിയിൽ നരേന്ദ്രമോദി ഉദ്ദേശിച്ചത് എനിക്കറിയില്ല. വാസവൻ എന്താ ഉദ്ദേശിച്ചത് പാർട്ട്ണർ എന്ന നിലയിലും എനിക്കറിയില്ല. കുറച്ച് നല്ല ഭാഷ ഉപയോഗിക്കാമായിരുന്നു അതിനകത്ത്. ഇത് പങ്കുവെച്ചോടൊന്നുമല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അക്കാര്യത്തിൽ പിന്നെ PPP പ്രോജക്റ്റാണ് സത്യത്തിൽ വിഴിഞ്ഞം പ്രോജക്റ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ അദാനിയുടെ പ്രോജക്റ്റ് തന്നെയാണ്. അപ്പോൾ അദാനി ഞങ്ങളുടെ പാർട്ട്ണറാണെന്ന് പറഞ്ഞിട്ട് അഭിമാനം കൊള്ളേണ്ട കാര്യമില്ല കേരള സർക്കാരിന് അക്കാര്യത്തിൽ. പിന്നെ അതും എടുത്ത് പ്രധാനമന്ത്രി ഒരു മന്ത്രിയുടെ പ്രസംഗമെടുത്ത് പ്രധാനമന്ത്രി രാഷ്ട്രീയം പറയാമെന്ന് പറയുന്നത് സാധാരണഗതിയിൽ നമ്മൾ മൻമോഹൻ സിംഗിൻ്റെയൊക്കെ എത്രയോ പ്രസംഗം കണ്ടതാണ്. ഒരുപാട് പ്രധാനമന്ത്രിയുടെ പ്രസംഗം കേട്ടാണ്. ഇങ്ങനെ പ്രസംഗം ഉണ്ടാവാറില്ല. എന്തായാലും ആ ട്രാൻസ്ലേറ്റർ ശരിയായ രീതിയിൽ പറയാത്തത് പ്രധാനമന്ത്രിക്ക് രക്ഷയായി.